ഞാനൊരു 5 മിനിറ്റ്. താങ്ക് യു ചേട്ടൻ, താങ്ക് യു. ഒരു 5 മിനിറ്റ് ഞാൻ ഇങ്ങോട്ട് എടുത്തോട്ടെ. നിങ്ങൾ തരുമോ എനിക്ക് 5 മിനിറ്റ്? പക്ഷെ ഞാൻ എല്ലാവരെയും പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങൾ എല്ലാവർക്കും നല്ല കൈയടി കൊടുത്തു. എനിക്ക് കൈയടി വളരെ കുറഞ്ഞ എന്നൊരു സംശയം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കൈയടി തരികയാണെങ്കിൽ ഒരു വലിയ സന്തോഷമായിരിക്കും. കാരണം ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ തൊണ്ടയ്ക്കും ചെറിയ പ്രശ്നമുണ്ട്. മഞ്ഞുകാലമാണ്. ഞങ്ങൾ കലാകാരന്മാരെ സംബന്ധിച്ച് വലിയ വളരെ വിഷമമുള്ള മാസങ്ങളാണ് കടന്നു പോകുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ഉള്ളതും ഈ 2-3 മാസങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ ക്ഷമിക്കുക എന്നൊരിക്കൽ കൂടി അറിയിക്കുന്നു. അപ്പൊ നമുക്കിനി പോകാൻ റെഡിയാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് ഷൈജു കുറച്ചും കൂടെ മോട്ടിലേക്ക് കുറച്ചുള്ള ലെവൽ തന്നെ. ഹലോ ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാനിവിടെ 1-2 താരങ്ങളുടെ ശബ്ദം ഞാനിവിടെ ഇമിറ്റേറ്റ് ചെയ്യാണ്. നിങ്ങളുടെ കയ്യടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വേറൊരു പരിപാടിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ വളരെ ആദ്യം ഞാനൊരു താരത്തെ ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യാം. മലയാളത്തിന്റെ പ്രിയ നടൻ, ഞാൻ ഏറ്റവും കൂടുതൽ അനുകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ശബ്ദമാണ്. പൃഥ്വിരാജിനെ നമ്മുടെ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊണ്ടുവരികയാണ്. അപ്പൊ ഇനി ഞാൻ മൈക്ക് അദ്ദേഹത്തിന് നൽകുകയായിരിക്കും. അപ്പൊ അദ്ദേഹം സംസാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാം. ഓക്കെ. ആക്ച്വലി വളരെയധികം സന്തോഷം. ഇത്രയും വലിയൊരു പ്രോഗ്രാമിന്റെ കൊഴുമനായ പള്ളിയുടെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സിനിമാ താരവും അതുപോലെ ഇതുപോലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ എങ്കിലും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. വലിയ സന്തോഷം. എല്ലാവർക്കും തിരുനാൾ ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു. താങ്ക് യു. ഒരു താരത്തെ കൂടെ അറ്റൻഡ് ചെയ്തോട്ടെ. റെഡിയാണോ? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നടനാണ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ആക്ടർ ബാലയാണ് ഇനി വേദിയിലെത്തുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക് പോകാം, കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കൂടെ ചേർന്നത് കയ്യിരുന്നുണ്ട്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വേദിയില്ല, ഈ അടുത്തൊന്നും ഞാൻ പോയിട്ടില്ല. നിങ്ങളെല്ലാവരും ഇവരെ ഒരുമിച്ച് കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ അങ്ങോട്ട് വരത്തും, നിങ്ങളെ കാണാൻ അങ്ങോട്ട്. നമ്മൾ തമ്മിൽ ഒരു അതിർത്തിയുടെ ആവശ്യമില്ല. ഞാൻ അങ്ങോട്ട് വരും. ഇവിടെ ഇറങ്ങാൻ സ്റ്റെപ്പില്ല. ഞാൻ വളരെ ശ്രദ്ധിച്ച് ഞാൻ ഇങ്ങോട്ടൊന്ന് അച്ഛൻ ഞാൻ അങ്ങോട്ടൊന്ന് പോയി ഇവരുമായിട്ടൊന്ന് സംസാരിക്കണം. എനിക്ക് വലിയ ഒരാഗ്രഹമാണ്. എൻ്റെ ഒരാഗ്രഹം അത് ഞാൻ ഇവിടെ നടത്തും. ഷൈജു ബ്രോ, ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം വേണ്ട ഇത് എങ്ങനെ ഞാൻ കിടക്കും. ഇത് എന്റെ കളിക്കുട്ടിക്കാരനാണ്. നല്ലൊരു കൈര് കൊടുക്കിയതിന്. ഞാനും ഈ ചേട്ടനും കൂടെ ഒരുമിച്ച് കുഞ്ഞുനാളിൽ മണ്ണപ്പം ചുറ്റി കളിച്ചിട്ടുണ്ട്. ഇദ്ദേഹം 4 ചുറ്റാൻ, ഞാൻ 6 ചുറ്റും. ഇദ്ദേഹം 6 മണ്ണപ്പം ചുറ്റാൻ, ഞാൻ 2 ചുറ്റും. എന്റെ തക്കിടുവാണ് നിങ്ങൾ. തക്കിടും ഒരുമ്മ ചേർത്ത് ഉമ്മ. താങ്ക് യു. നല്ലൊരു കൈ കൊടുക്കുകയെല്ലാം ചെയ്ത്. ഇത് ഞാൻ എങ്ങനെ അങ്ങോട്ട് ചാരി എന്നതിന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. അല്ല, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും മനോഹരമായിട്ടൊരു പെരുന്നാൾ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവർക്കും ബജി കഴിഞ്ഞ് ഇവർ ആര് സംസാരിക്കും? നിങ്ങളെ പോലെ ബജി ഞാൻ കളിച്ചാൽ ഇവർ ആര് സംസാരിക്കും? നിങ്ങൾ പറയുക. നല്ലൊരു കാര്യം അതിന് കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് ബാല സംസാരിക്കുക അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു ശബ്ദം ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് അല്ലേ. അപ്പൊ ഞാൻ ആ വ്യത്യാസം മാറ്റുകയാണ്. ഞാനിവിടെ LED വാളിനകത്ത് ഫ്ലവേഴ്സിലൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കലാകാരന്മാർ പെർഫോം ചെയ്തിട്ടുള്ള സ്പോട്ട് ഡബിങ് എന്ന പെർഫോമൻസ് ഞാൻ ഇവിടെ ചെയ്യണം. അപ്പൊ ഞാൻ ഇതുകൂടെ അങ്ങോട്ട് വന്നോട്ടെ. എനിക്ക് ഇവിടെ ചെറിയ കുഞ്ഞ് സ്പേസ് വരുമോ? ഓക്കെ. ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവം പാടും. പക്ഷെ എങ്കിലും ഞാനിവിടെ നിന്നുകൊണ്ട് ഡബ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നടന്മാരുടെയൊക്കെ ഓഡിയോ ഞാൻ ഇവിടെ ഡബ് ചെയ്യും. വീഡിയോ അവിടെ വരുന്നതായിരിക്കും. റെഡിയാണല്ലോ? ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട നിങ്ങൾ കൈയടിക്കണം കേട്ടോ, കൂടെ ഉണ്ടാവണേ. ഓക്കെ. തന്തയ്ക്ക് പറയാൻ മാത്രമല്ല, ഈ നാട് മുഴുവൻ നോക്കി നിൽക്കുക. നിന്റെ തന്തയെ പട്ടിയെ തല്ലാൻ വല്ല തള്ളിയിട്ടുണ്ടടാ ഞാൻ. അതിന്റെ കടി ഇതോടെ അങ്ങ് തീരുമോ?
ഇത് കടുവാക്കുന്നേൽ കുമ്മച്ചനാണ്. ബസ്സിനെന്നറിഞ്ഞ് പോസ്റ്റ് ഒരു ആംബുലൻസ് പൈസ ഇപ്പൊ ചതിക്കില്ല, വഴിയിട്ട് പോകത്തില്ല. പക്ഷെ അവർക്കതിനകത്തോട്ടൊന്നുമില്ല. ചേരാ, എനിക്ക് കേരളത്തിൽ പെടാൻ അറിയില്ല. ചേച്ചി സ്കൂള് പോലത്തെ ശീലം അതിപ്പോ എത്ര വലിയവനാണെങ്കിലും അവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, എന്നെ ഒരു 100 ഇടിയെങ്കിലും ഇടിച്ചാലും 1 ഇടിയെങ്കിലും ഞാൻ തിരിച്ചിടിക്കും. അതിന് പറ്റിയില്ലെങ്കിൽ സദാശിവരുടെ തിയേറ്ററിൽ ടിക്കറ്റ് കയറാൻ പോയി നിൽക്കും. സാറിന്ന് ഓഫീസിൽ വന്നപ്പോ എന്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നില്ല സാർ. അത് സാറിന്റെ ലൈസൻസ് ആയിരുന്നു. ഈ കാശും പെണ്ണോക്കല്ല മനസ്സിലാക്കുന്നു. അത് നീ പറഞ്ഞ് മനസ്സിലായ സാറേ. അത് ആരെയൊക്കെ വീട്ടിൽ കയറാൻ കിട്ടാല സാറേ. എനിക്ക് മുൻപിടിക്കാൻ അറിയാം, ആവശ്യമെന്നത് മടങ്ങി കുത്താനും അറിയാം, എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം, വേണ്ടി വന്ന നല്ല 2 തെരുവ് പറയാനും അറിയാം. നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കും. ജയ് ഹിന്ദ്. ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാണ്, ഇസ്ലാമിന്റെ ഇവൻ ഇബ്ലീസ് എന്ന് പറയും, ക്രിസ്ത്യാനിക്ക് ഇവൻ ഒറ്റ പേരും ലൂസിഫർ. ഉപദേശം കൊള്ളാൻ പരമസാരം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, തന്റെ തന്തയല്ല എന്റെ തന്ത. ബോംബെക്കാരൻ ജാവോ എന്ന് പറഞ്ഞു. ജാവോ ചാരോ എന്ന് കരുതി വെറുതെ ചെകയാൻ നിൽക്കല്ലേ. കനല് കെട്ടില്ലെങ്കിൽ പൊള്ളും. പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയർ. വൈൽഡ് ഫയർ. ரொம்ப தூரம் போயிட்டேன், ஃபுல்லா முடிச்சுதான் திரும்பி வர முடியும். வீரர்கள் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? ஆரம்பிக்கலாங்களா? Thank you so much. Thank you. വലിയ സന്തോഷം നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടിയിൽ. തീർച്ചയായും താങ്ക് യു. സന്തോഷം. So much. Thank you.